സിനിമാ രംഗം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പ്രണയത്തകർച്ചയാണ് കമൽഹാസന്റെയും ശ്രീവിദ്യയുടെയും ബന്ധം. യൗവനത്തിന്റെ തുടക്കത്തിൽ ആഴത്തിൽ പരസ്പരം പ്രണയിച്ച പ്രശസ്ത താരങ്ങൾ വിവാഹിതരാകാൻ പോലും ഒരുങ്ങിയതായിരുന്നു. പക്ഷേ ഇത്രയും ചെറുപ്പത്തിൽ മകൾക്ക് വിവാഹം വേണ്ട എന്നു സീനിയർ നടിയുടെ അമ്മ തീരുമാനമെടുത്തപ്പോൾ ദേഷ്യത്തിലായ ഉലകനായകൻ അവരുമായി അകലുകയും അധികം വൈകാതെ വാണി ഗണപതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നീട് സൗഹൃദം തുടർന്ന കമൽഹാസനും ശ്രീവിദ്യയും പല സിനിമകളിലും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് ക്യാൻസർ ബാധിതയായി സീനിയർ നടി മരണത്തോട് മല്ലിടുന്ന സമയത്ത് അവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ ലെജൻഡറി നടൻ എത്തിയിരുന്നു. അന്ന് ഏറെ നേരം ശ്രീവിദ്യയോടൊപ്പം ചെലവഴിച്ച് കണ്ണു നിറഞ്ഞുകൊണ്ടാണ് കമൽഹാസൻ മടങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. പിന്നീട് ഈ സംഭവം രഞ്ജിത്ത് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ, പ്രിയാമണി, അനൂപ് മേനോൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളെത്തിയ തിരക്കഥ എന്ന സിനിമയ്ക്ക് പ്രചോദനമാവുകയും ചെയ്തു. കുറച്ചുകാലം മുമ്പ് ദ ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തിരക്കഥ എന്ന സിനിമയിൽ കമൽഹാസനെ ആധാരമാക്കി നിർമ്മിച്ച സൂപ്പർ സ്റ്റാർ അജയ് ചന്ദ്രൻ എന്ന കഥാപാത്രമായി എത്തിയ അനൂപ് മേനോൻ ആ അനശ്വര പ്രണയകഥയെക്കുറിച്ച് മനസ്സു തുറന്നിരുന്നു. ചിത്രത്തിന്റെ റിലീസിന് ശേഷം ദശാവതാരം താരത്തെ കണ്ടപ്പോൾ അദ്ദേഹവുമായി ആ സിനിമയെക്കുറിച്ച് സംസാരിച്ചിരുന്നുവെന്ന് പ്രശസ്ത നടൻ വെളിപ്പെടുത്തി. തിരക്കഥ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന കമൽ ഇങ്ങനെയൊന്നുമല്ല കഥ കേട്ടോ എന്നാണ് തന്നോട് പറഞ്ഞതെന്നും അനൂപ് ഓർത്തെടുത്തു. സംസാരത്തിനിടെ നിങ്ങൾ ഈ കാണിച്ചതുപോലെയൊന്നുമല്ല സംഭവിച്ചത്. വിദ്യയെ ഞാൻ അവസാനമായി കാണാൻ പോയത് എന്തിനാണെന്നറിയാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഞാൻ പിന്നെ അങ്ങോട്ട് ചോദിച്ചു, എന്തിനായിരുന്നു സാർ കാണാൻ പോയത് എന്ന്. അപ്പോൾ അത് പറയണമെങ്കിൽ ഞാൻ കമൽഹാസൻ അല്ലാതിരിക്കണം എന്നാണ് അദ്ദേഹം മറുപടി തന്നത്. പിന്നീട് ഞങ്ങൾ മറ്റ് വിഷയങ്ങളെപ്പറ്റി ഒരുപാട് നേരം സംസാരിച്ചു, അനൂപ് മേനോൻ വെളിപ്പെടുത്തി.